തിരുവനന്തപുരം 2 മാസത്തിലേറെ ഒളിവിൽ കഴിഞ്ഞ് ഒടുവിൽ കീഴടങ്ങിയ പ്രതി സുകാന്തിനെ നേരിൽ കണ്ടപ്പോൾ പൊട്ടിത്തെറിച്ച് മരിച്ച IB ഉദ്യോഗസ്ഥ മേഘയുടെ ബന്ധുക്കൾ. വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയായ മേഘയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ പ്രതി ചേർക്കപ്പെട്ട സഹപ്രവർത്തകൻ സുകാന്ത് സുരേഷിനെ തിരിച്ചറിയാനായി പേട്ട പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ബന്ധുക്കളുടെ രോഷം അണപൊട്ടിയത്. ചൊവ്വാഴ്ച രാവിലെ ഇയാളെ തിരിച്ചറിയുന്നതിനായി പെൺകുട്ടിയുടെ ബന്ധുക്കളെ പോലീസ് വിളിച്ചു വരുത്തുകയായിരുന്നു. സ്റ്റേഷനിൽ പ്രതിയെ കണ്ട് പെൺകുട്ടിയുടെ അമ്മാവൻ ഉൾപ്പെടെയുള്ളവർ പൊട്ടിത്തെറിച്ചു. പക്ഷേ സുകാന്ത് തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. ഏക മകൾ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ കഴിയുന്ന IB ഉദ്യോഗസ്ഥയുടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കയറിയില്ല. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് തിങ്കളാഴ്ചയാണ് സുകാന്ത് കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. പിന്നാലെ പേട്ട സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം രാത്രിയോടെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് തിരുവനന്തപുരത്ത് എത്തിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ ബന്ധുക്കൾ തിരിച്ചറിയുന്നതിന് പിന്നാലെ കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ ജൂൺ 10 വരെ റിമാൻഡ് ചെയ്തു. മാർച്ച് 24-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ IB ഉദ്യോഗസ്ഥയായ പത്തനംതിട്ട സ്വദേശി യുവതിയെ പേട്ടയ്ക്ക് സമീപം തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടത് സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുകാന്തിന്റെ ശാരീരിക മാനസിക പീഡനം കാരണം പെൺകുട്ടി ആത്മഹത്യ ചെയ്യുക ആയിരുന്നു എന്ന പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തുകയായിരുന്നു. സുകാന്തിൽ നിന്നും ലൈംഗിക ചൂഷണം നേരിട്ടതായും ഇത് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളാണെന്നും പോലീസ് കണ്ടെത്തി. വിവാഹ വാഗ്ദാനം സുകാന്ത് പെൺകുട്ടിക്ക് നൽകിയിരുന്നു. ജൂലൈ മാസം പെൺകുട്ടിയും സുകാന്തും ചേർന്ന് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഗർഭഛിദ്രം നടത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. യുവതിയുടെ മരണത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ ഇയാൾ ഫോൺ ഓഫാക്കി മുങ്ങി. ഇയാൾക്കായി പോലീസ് ലുക്കൌട്ട് സർക്കുലേഷൻ ഇറക്കുകയും കേരളത്തിന് പുറത്ത് അന്വേഷണം വ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇയാൾ സ്വന്തം ഇഷ്ടത്താലാണ് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം കിട്ടില്ല എന്ന് അറിഞ്ഞ ശേഷം സ്റ്റേഷനിൽ നേരിട്ട് വന്ന് കീഴടങ്ങുകയാണ് ചെയ്തത്. തുടർ അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ ഇയാളെ റിമാൻഡിലാണ് വച്ചിരിക്കുന്നത്. ബന്ധുക്കൾ വളരെയേറെ രൂക്ഷമായി സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് കേസ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്.